ഇടുക്കി എഴുകും വയലിൽ ഉരുൾപൊട്ടൽ 4 ഏക്കറോളം കൃഷിഭൂമി ഒലിച്ചുപോയി. പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, സംസ്ഥാനത്ത് പലയിടത്തും വലിയ തോതിൽ മഴയുണ്ട്. കനത്ത മഴയാണ് തിരുവനന്തപുരത്ത് അടക്കം. ഒപ്പം മലയോര മേഖലകളിലും മഴ ശക്തമാണ്. ഈ കൃഷിഭൂമി ആണിപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുള്ളത്. ഈ പ്രദേശത്ത് മറ്റു വീടുകളോ മറ്റോ ഉള്ള പ്രദേശമായിരുന്നോ? അഭിലാഷ്, കഴിഞ്ഞ രാത്രിയിലൊക്കെ അതിശക്തമായ മഴയാണ് ഇടുക്കി പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലയിലൊക്കെ പെയ്തത്. നിലവിൽ മഴയ്ക്കല്പം തോർച്ചയുണ്ട്, അത് വലിയ ആശ്വാസകരമാണ്. എന്തായാലും വലിയ തോതിലുള്ള മഴ പെയ്യുന്ന ഒരു സാഹചര്യം തുടർച്ചയായി മഴ ഇവിടെയൊക്കെ ശക്തമായി പെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ എഴുകും വയലിൽ, അതായത് നെല്ലിക്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 21ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. എഴുകും വയൽ മലർവാടി കവല എന്ന് പറയുന്ന ഒരു പ്രദേശത്തോട് ചേർന്നുള്ള കൃഷിഭൂമിയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. കൃഷി പൂർണ്ണമായി 4 ഏക്കർ ഭൂമിയിലെ കൃഷി പൂർണ്ണമായി നശിച്ച ഒരു സാഹചര്യമുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളൊന്നുമില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് വീട് ഒന്നും ഈ പ്രദേശത്ത് ഉണ്ടായതായി നമുക്ക് അറിവില്ല. ഒപ്പം ആളുകൾക്കോ ഒന്നും മറ്റ് അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എങ്കിലും പൂർണ്ണമായൊരു കൃഷിഭൂമി പൂർണ്ണമായും നശിച്ച ഒരു സാഹചര്യമുണ്ട്. ഉരുൾപൊട്ടി ഇവിടെ ഉണ്ടായിരുന്ന കൃഷിദേഹങ്ങളെല്ലാം ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ എല്ലാവിധ വിളകളും പൂർണ്ണമായും നശിച്ച അവസ്ഥയിലേക്കാണ് സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇടുക്കിയിൽ ഇപ്പോൾ മഴയ്ക്കൊരു നേരിയ കുറവുണ്ടെങ്കിൽ പോലും ഇടവിട്ട് മഴ അതിശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ തമിഴ്നാട് മേഖലയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലൊക്കെ മഴ ഇടവിട്ട് ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ചെറുകിട അണക്കെട്ടുകളിലൊക്കെ വെള്ളം ഉയരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. കല്ലാർകുട്ടി, പാമ്പള തുടങ്ങിയൊക്കെ ചെറുകിട അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയുണ്ട്. അപ്പം പ്രധാന അണക്കെട്ടുകളിലേക്ക് ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ കൃഷിപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്ത സാഹചര്യത്തിൽ നീരൊഴുക്കും ഈ പ്രധാന അണക്കെട്ടുകളിലേക്കും അതിശക്തമായി തുടരുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഇടുക്കിയിലുള്ളത്. അഭിലാഷ്, ഇത് ഈ കാർഷിക മേഖലയിലായതുകൊണ്ട് തന്നെ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണോ? ഇത് ഇപ്പോൾ ഈ കൃഷി ചെയ്തിരുന്ന ഇടത്താണോ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്? അഭിലാഷ്, തീർച്ചയായും മികച്ച ഒരു കാർഷിക മേഖലയാണ് എഴുകുമ്പേൽ. പ്രത്യേകിച്ചും ഏലമടക്കമുള്ള പ്രധാന വിളകളൊക്കെ ഇടുക്കിയിലെ പ്രധാന നാണ്യവിളകളൊക്കെ വിളയുന്ന മേഖലയാണ്. മികച്ച ഒരു കൃഷിഭൂമിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം കർഷകരെ നേരിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു 4 ഏക്കർ ഭൂമി പൂർണ്ണമായും എല്ലാവിധ വിളകളും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലാണ് പൂർണ്ണമായും നശിച്ചിരിക്കുന്നത്. എത്ര കർഷകരുടെ ഭൂമിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. എങ്കിലും ഏകദേശം 4 ഏക്കറിലെ ഭൂമി മുകളിൽ നിന്ന് മണ്ണ് ഒലിച്ചു വന്ന് പൂർണ്ണമായും എല്ലാവിധ വിളകളും ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ്. വലിയ നഷ്ടം കർഷകർക്ക് നേരിട്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അഭിലാഷ്, ഇടുക്കി എഴുകും വയലിൽ ആണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. 4 ഏക്കറോളം കൃഷിഭൂമിയാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത്. 9 മണി വാർത്ത ഇനി അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസിം മുനീറുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരുവരും മികച്ച നേതാക്കൾ ആണ് എന്ന് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ട്രംപ് പറഞ്ഞു. US-ഉം പാകിസ്ഥാനും തമ്മിൽ വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് ശേഷമാണ് നേതാക്കളുടെ കൂടിക്കാഴ്ച നടന്നത്. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, പാകിസ്ഥാനുമായുള്ള സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള നീക്കം ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തുകയും അതോടൊപ്പം തന്നെയാണ് പാകിസ്ഥാന് മായി കൂടുതൽ കൈകോർക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ചർച്ചകളുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്തായിരുന്നു? അഭിലാഷ്, ഈ ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇരു നേതാക്കളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു വലിയ പ്രാധാന്യമുള്ള ചർച്ചകൾ തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി നടന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വ്യാപാര കരാറുമായി ഒപ്പിട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ്. 2 ദിവസം മുമ്പ് ഷഹബാസ് ഷെരീഫുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി വീണ്ടും വൈറ്റ് ഹൗസിൽ വെച്ച ഷഹബാസ് ഷെരീഫും ഒപ്പം തന്നെ അസിം മുനീറുമായി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇവർ 3 പേരും ഒരുമിച്ചിരുന്നാണോ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവളവുമായി ബന്ധപ്പെട്ടുള്ള ചില അവകാശവാദങ്ങൾ ട്രംപ് ഈ അടുത്തിടെ ഉന്നയിച്ചിരുന്നു. അത് തിരികെ വേണം എന്നുള്ള അവകാശവാദം ട്രംപ് ഉന്നയിച്ചിരുന്നു. 2020-ൽ ജോ ബൈഡനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന കരാറിൽ ഏർപ്പെടുകയും ഒപ്പം തന്നെ അത് തിരികെ നൽകുകയും അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് പൂർണ്ണമായി വിട്ടുപോവുകയും ചെയ്യുകയും
പറയുകയും ചെയ്തത്. അത്തരത്തിലൊരു സാഹചര്യം താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യോമത്താവളം തങ്ങൾ തിരികെ പിടിച്ചെടുക്കും, അത് വിട്ടു നൽകണമെന്നുള്ളൊരു ഭീഷണിയുടെ സ്വരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് അത്തരത്തിൽ അഫ്ഗാന് മുന്നിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് വെച്ചിട്ടുള്ളത്. അതിൽ ഒരു ഇഞ്ച് മണ്ണ് പോലും തന്നെ വിട്ടു നൽകില്ല എന്നുള്ളൊരു കടുത്ത അഭിപ്രായം താലിബാന്റെ ഭാഗത്തുനിന്ന് പിന്നീട് വരികയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഈ വിഷയത്തിൽ പാകിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. പ്രത്യേകിച്ച് താലിബാനെ പിണക്കിക്കൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോകുമോ, അതേസമയം ട്രംപിനൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ലോകം ഉൾപ്പെടെ ഉറ്റുനോക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് അയൽരാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനെ പിണക്കി പിന്നോട്ട് പോകാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് സാധിക്കില്ല. അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിലുൾപ്പെടെ അമേരിക്ക പാകിസ്ഥാൻ ഒപ്പം നിന്നതാണ്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടപ്പോൾ ചർച്ചകൾക്കൊടുവിൽ ആ വ്യാപാര കരാറിൽ ഒപ്പുവെക്കുകയും ഒപ്പം തന്നെ ഇനി അടക്കം വലിയ പ്രതിരോധ മേഖലയിൽ വലിയ രീതിയിലുള്ള സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ഈ വിഷയത്തിൽ പാകിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് ട്രംപിന്റെ നൊബേൽ മോഹവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി രംഗത്ത് വന്നതായിരുന്നു. അസീം മുനീർ അടക്കം ഇക്കാര്യം നേരത്തെ വൈറ്റ് ഹൗസിലെത്തി നേരിട്ട് അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഈ നേതാക്കൾ തമ്മിൽ ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അഭിലാഷ്, യെസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച തന്നെയാണ്, നിർണായകമാകുന്ന കൂടിക്കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലേയിലെ സംഘർഷത്തിന് പിന്നാലെ ലഡാക്കിലെ ആവശ്യങ്ങളിൽ ചർച്ച വേഗത്തിലാക്കി കേന്ദ്ര സർക്കാർ. പ്രത്യേക ദൂതനെ കേന്ദ്രം ലഡാക്കിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം സമരത്തിന് നേതൃത്വം നൽകിയ സോനം വാങ്ചുക്കിന്റെ സ്ഥാപനത്തിന്റെ FCRA ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കി. കേന്ദ്ര സർക്കാർ പകപോക്കുകയാണ് എന്നാണ് വാങ്ചുക് വിമർശിക്കുന്നത്. രാഗേഷ് ഉണ്ട്. രാഗേഷ്, BJP രാഷ്ട്രീയ ആരോപണവുമായി കൂടി എത്തിയ പശ്ചാത്തലമുണ്ട്. പക്ഷേ പ്രശ്നപരിഹാരത്തിന് കേന്ദ്രത്തിന്റെ സമഗ്രമായ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അതിവേഗത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? അതെ അഭിലാഷ്, പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. കാരണം ലഡാക്ക് തന്ത്രപ്രധാനമായ മേഖലയാണ്. ലേ അടക്കമുള്ള പ്രദേശങ്ങൾ തന്ത്രപ്രധാനമായ മേഖലയാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഈ പ്രദേശം. പാകിസ്ഥാൻ പലപ്പോഴായി കണ്ണുവെച്ചിരുന്ന മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം അടിയന്തരമായി ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ ഇടപെടുന്നത്. കാരണം ഒക്ടോബർ 6 ചർച്ചയാണ് നേരത്തെ